ഉത്തർപ്രദേശ് അംഗസംഖ്യ കൊണ്ടും സാമൂഹ്യ പശ്ചാത്തലം കൊണ്ടും മറ്റ് രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ കൊണ്ടും ഉത്തർപ്രദേശിന് വലിയൊരു സ്ഥാനമുണ്ട്. മുമ്പ് 84 സീറ്റുകൾ ഉണ്ടായിരുന്നു. വിഭജനത്തിന് ശേഷം സംസ്ഥാന ഏകീകരണത്തിന് ശേഷം 80 സീറ്റുകളായി മാറി. എന്നാലും 543 സീറ്റിൽ 80 സീറ്റുകൾ എന്നുള്ള നിർണായകമായ ഒരു സംഖ്യയാണ്. അപ്പോൾ ഉത്തർപ്രദേശ് സംസാരിക്കുന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഉത്തർപ്രദേശ് പിടിക്കുന്നവർക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ ഭരണത്തിന് വരാനുള്ള സാധ്യതയുണ്ട്. മറിച്ച് വന്നിട്ടുള്ള അവസരങ്ങൾ കുറവാണ്. ഉത്തർപ്രദേശ് തന്നെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ വലിയൊരു തുലാസായി ബാലൻസായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ അംഗസംഖ്യ കൊണ്ടും വലുതാണ്, രാഷ്ട്രീയ വിഷയങ്ങൾ കൊണ്ടും വലുതാണ്. ഇപ്പോൾ രാഷ്ട്രീയ വിഷയങ്ങൾ നമുക്കറിയാം. അവിടെ ഉണ്ടായിട്ടുള്ള അയോധ്യ പ്രശ്നം അത് നീണ്ടകാലം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശക്തി പ്രാപിച്ചതാണ്. അതിന് ചില ആൾക്കാർ അതിന് വലിയൊരു പാരമ്പര്യം, 500 വർഷത്തെ പാരമ്പര്യമൊക്കെ പറയുന്നുണ്ട്. എന്തായാലും സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ അയോധ്യ ക്ഷേത്രത്തിന് വേണ്ടിയുള്ള സമരവും സംഘടനകളും മറ്റുമെല്ലാം പിൽക്കാലത്ത് എത്ര നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിന് മുറിവേൽപ്പിച്ചു എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇപ്പോൾ കോടതി ഇടപെട്ടതിന് ശേഷം അയോധ്യ പ്രശ്നം അവസാനിച്ചിരിക്കുകയാണ്. ഒരു വലിയൊരു സമുച്ചയം അയോധ്യ ക്ഷേത്രമുണ്ടാക്കി. കുറച്ചപ്പുറത്തായിട്ട്, എന്നാൽ അധികം ദൂരമല്ലാത്തൊരു സ്ഥലത്ത് മുസ്ലിം പള്ളിക്കുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. അവിടെ ഇനി മുസ്ലിം പള്ളി വരാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ അയോധ്യ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനമൊക്കെ സമീപകാലത്ത് കഴിഞ്ഞപ്പോൾ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണം നമ്മൾ കണ്ടതാണ്. പത്രങ്ങളിലും ടെലിവിഷനിൽ കൂടിയുമെല്ലാം പ്രധാനമന്ത്രിയും ഭരണകക്ഷിയും മറ്റ് പ്രതിപക്ഷ കക്ഷികളുമെല്ലാം അതിനെ എത്രത്തോളം അംഗീകരിച്ചു എന്നും അതിൻ്റെ സ്വാധീനം എത്ര വലുതാണെന്നും നമ്മൾ മനസ്സിലാക്കിയതാണ്. പിന്നെ ഉത്തർപ്രദേശിൻ്റെ മറ്റൊരു വശമെന്ന് പറയുന്നത് മതരാഷ്ട്രീയം മാത്രമല്ല, ജാതി രാഷ്ട്രീയവും ശക്തമാണ്. ഒരു വലിയ പരിധിവരെ കോൺഗ്രസിൻ്റെ പ്രതാപം അസ്തമിച്ചതിന് ശേഷം, പ്രത്യേകിച്ച് 1977 ശേഷമാണ് ജാതി രാഷ്ട്രീയത്തിന് അവിടെ ബലം കിട്ടിയത്. ഇപ്പോൾ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് 1990 നടപ്പിലാക്കിയെങ്കിലും അതിനു മുമ്പ് തന്നെ ബീഹാറിലെ മുൻ മുഖ്യമന്ത്രിയായ കർപ്പൂരി താക്കൂർ കൊണ്ടുവന്ന മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് അത് ജാതി അടിസ്ഥാനത്തിലുള്ള സംവരണം, പിന്നോക്ക വിഭാഗത്തിനുള്ള സംവരണം, ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള സംവരണം ദളിത് വിഭാഗങ്ങൾക്ക്, ഷെഡ്യൂൾ കാസ്റ്റിന്, ഷെഡ്യൂൾഡ് ട്രൈബ്സിന് മാത്രമായിരുന്നെങ്കിൽ സംസ്ഥാനങ്ങളെ ഒഴിച്ചു നിർത്തിയാൽ, സംസ്ഥാനങ്ങൾക്ക് വേറൊരു നയമാണ്, ദേശീയ തലത്തിൽ SC/ST മാത്രമായിരുന്നു ആദ്യം സംവരണം. 1990 ശേഷമാണ് OBC വിഭാഗത്തിൻ്റെ സംവരണം വരികയും അത് കോടതിയിൽ ചലഞ്ച് ചെയ്ത പ്രസിദ്ധമായ ഇന്ദിരാ സാഹ്നി കേസ്, ആ ഇന്ദിരാ സാഹ്നി കേസിൽ വന്ന ഒരു പ്രധാനപ്പെട്ട ജഡ്ജ്മെൻ്റാണ് തീർച്ചയായിട്ടും 50% സംവരണം പാടില്ല എന്നും വരേണ്യ വിഭാഗം പിന്നോക്ക വിഭാഗത്തിലുണ്ടെങ്കിൽ ക്രീമി ലെയറിനെ ഒഴിവാക്കിക്കൊണ്ട് വേണം സംവരണം കൊടുക്കാനെന്നും. അപ്പോൾ ഇത് അവിടുത്തെ ജാതി രാഷ്ട്രീയത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തി. അതിൻ്റെ ഫലമായി ബഹുജൻ സമാജ് പാർട്ടി മായാവതിയുടെ നേതൃത്വത്തിൽ ശക്തിപ്പെട്ടു വന്നു. മറ്റ് OBC വിഭാഗങ്ങളെ ശക്തിപ്പെടുത്തി. ജനതാ പാർട്ടിയും ജനതാദളും തകർന്നപ്പോൾ ബഹുജൻ സമാജ് പാർട്ടിക്കെതിരായി മുലായം സിംഗ് യാദവ് കൊണ്ടുവന്ന സമാജ്വാദി പാർട്ടിയും ഉത്തർപ്രദേശിൽ വലിയ ശക്തിയായി മാറി. ഇവർ രണ്ടുപേർക്കും ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ BJPയെ പോലെ തന്നെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഭരിക്കാൻ അവസരം കിട്ടി. അപ്പോൾ ബഹുജൻ സമാജ് പാർട്ടിയും ഉത്തർപ്രദേശ് ഭരിച്ചിട്ടുണ്ട്, സമാജ്വാദി പാർട്ടിയും ഭരിച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഐക്യവും ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിലുണ്ട്. അപ്പോൾ ഉത്തർപ്രദേശ് രാഷ്ട്രീയം എന്തുകൊണ്ടും ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ പ്രസക്തിയുള്ളതാണ്. അതിൻ്റെ ഏറ്റവും നിർഭാഗ്യവശം എന്ന് പറയുന്നത് കോൺഗ്രസ് അവിടെ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസ് തീരെ ശോഷിച്ചു പോയ ഒരു രാഷ്ട്രീയത്തിൽ ജാതി മത സംഘടന ശക്തികൾ, ആ ശക്തികൾ ഏറ്റവും പ്രബലമാവുകയും ഒരു വശത്ത് BJP, മറുവശത്ത് ജാതി വകുപ്പുകൾ, ജാതി പാർട്ടികൾ ശക്തിയായി പ്രാപിച്ചു വരികയും അവരുടെ ഭരണം മാറി മാറി വരികയും ചെയ്തു. പക്ഷേ നമുക്കറിയാം, തീർച്ചയായിട്ടും മായാവതിയുടെ ഭരണത്തിലുണ്ടായ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാം. അതിൽ പ്രധാനപ്പെട്ട പ്രശ്നം ജാതി അടിസ്ഥാനത്തിലുള്ള സ്വാധീനം വന്നെങ്കിലും അതിനോടൊപ്പം മറ്റ് ഉന്നത വിഭാഗക്കാരെ കൂടി ആ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാൻ മായാവതി നടത്തിയ ഒരു പരിശ്രമത്തെ അന്നത്തെ കാലത്തെ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റുകൾ ആ തിയറിയെ തന്നെ റിവേഴ്സ് ഓസ്മോസിസ് എന്നാണ് പറയുന്നത്. ഇത് ബ്രാഹ്മണരും ദളിതരും മറ്റും ചേർന്നുണ്ടാക്കിയ ഒരു വലിയൊരു മുന്നണിയാണ് ബഹുജൻ സമാജ് പാർട്ടി. ഇന്ന് ശോഷിച്ചെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ്റെ കണക്കിൽ ഒരു ദേശീയ പാർട്ടിയായി BSP ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ BSP കൊണ്ടുവന്ന റിവേഴ്സ് ഓസ്മോസിസ് തിയറിയിൽ കൂടി വന്ന മുന്നണി നീണ്ടകാലം നിന്നില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം മായാവതിയുടെ ഭരണത്തിലുണ്ടായ പ്രശ്നങ്ങളാണ്. അഴിമതി തന്നെ വലിയൊരു പ്രശ്നമായി. നമുക്കറിയാവുന്നതുപോലെ സംവരണത്തെക്കാളേറെ സ്വന്തം
ഇമേജ് വർദ്ധിപ്പിക്കാൻ മായാവതിയുടെ ഗുരുവായിരുന്ന കാൻഷിറാമിൻ്റെ ശക്തിയും സ്വാധീനവും അവരിലുണ്ടായിരുന്നു. ആ സ്വാധീനത്തിൽ പിറകിൽ അവർ പിന്നീടുണ്ടാക്കിയ ഭരണം ഒത്തിരി ആക്ഷേപങ്ങൾക്ക് വഴി തെളിയിച്ചു. വിദേശ രാജ്യങ്ങളിലൊക്കെ പോയാൽ ഏറ്റവും വലിയ വാടക കൊടുക്കുന്ന മുന്തിയ ഹോട്ടലുകളിൽ മാത്രമേ മായാവതി താമസിച്ചിരുന്നുള്ളൂ. അതുപോലെ തന്നെ ലക്നൗവിലെ വളരെ പ്രശസ്തമായ ലക്നൗവിലെ പാർക്കിൽ 6000 കോടി രൂപയിൽ ചെലവഴിച്ച് മായാവതിയുടെയും കുറച്ച് BSP പാർട്ടിയുടെ ചിഹ്നമായ ആനയുടെയും പ്രതിമകൾ, മാർബിൾ പ്രതിമകൾ ഉണ്ടാക്കി ഇത്രത്തോളം ധനം ദുഷിച്ച രീതിയിൽ ഉപയോഗിക്കാമോ എന്നുള്ളതിൻ്റെ ഒരു തെളിവായി വന്നു. എന്തായാലും മായാവതിയുടെ BSP ഇന്ന് മാർജിനലൈസ് ചെയ്യപ്പെട്ടു. ഈ തെരഞ്ഞെടുപ്പിൽ അവർ തനിച്ചു നിൽക്കുന്നു. ഫലത്തിൽ അത് BJPക്ക് ഗുണം ചെയ്യുന്നു. BSP ഇന്നൊരു ശക്തിയെ അല്ലാതായി മാറുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കൂടി. മറുവശത്ത് സമാജ്വാദി പാർട്ടി ശക്തിയായി തന്നെ വന്നു. പ്രത്യേകിച്ച് അവർക്ക് മുസ്ലിം വിഭാഗത്തിൻ്റെ പിന്തുണ കിട്ടി എന്നുള്ളതാണ്. ഈ മുസ്ലിം വിഭാഗത്തിൻ്റെ കാര്യം പറയുമ്പോൾ അയോധ്യ മാത്രമല്ല, ഷാബാനു കേസും നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. 1984 ഷാബാനു കേസ് വന്നതിന് ശേഷമാണ് ഈ മുസ്ലിം വിവാഹ നിയമങ്ങൾക്ക് പരിഷ്കരണം വേണമെന്നുള്ള ആവശ്യം വന്നത്. അന്ന് ഷാബാനു എന്ന് പറയുന്ന ഒരു വൃദ്ധയായ 70 വയസ്സുള്ള മുസ്ലിം സ്ത്രീക്ക് ഭർത്താവ് നഷ്ടപരിഹാരം നൽകാതെ മറ്റൊരു വിവാഹം നടത്തിയപ്പോൾ അതിനെതിരെ സുപ്രീം കോടതി വളരെ ജനകീയവും പുരോഗമനപരമായ ഒരു വിധി കൊണ്ടുവന്നു. നഷ്ടപരിഹാരം കൊടുത്തേ പറ്റൂ. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ച് ഷാബാനുവിൻ്റെ ഭർത്താവിന് ശിക്ഷ അനുഭവിക്കണം. ഈ വിധിക്കെതിരെ നിർഭാഗ്യവശാൽ 1984-89 കാലഘട്ടത്തിലെ പാർലമെൻറ്റ് കൊണ്ടുവന്ന വളരെ കൺസർവേറ്റീവായ ഒരു നിയമമാണ് പിൽക്കാലത്ത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കിയത്. അങ്ങനെ വഖഫ് ബോർഡിനാണ് ആ തീരുമാനമെടുക്കാൻ അവകാശം വിട്ടുകൊടുത്തത്. പിന്നീട് BJPക്ക് വലിയൊരു ആയുധമായി മാറി. ഇന്ന് ട്രിപ്പിൾ തലാഖ് അബോളിഷൻ ബില്ല് BJP ആക്റ്റായി കൊണ്ടുവന്നിരിക്കുകയും ട്രിപ്പിൾ തലാഖ് എന്നുള്ള നിയമം തന്നെ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കുകയും ന്യൂനപക്ഷങ്ങളിൽ ഒരു ഭാഗം പോലും BJPയെ പിന്തുണയ്ക്കാൻ അത് കാരണമാക്കി. അപ്പോൾ ഷാബാനു കേസും ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിലെ ചരിത്രത്തിൽ വലിയൊരു പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇത്തരം കാര്യങ്ങൾ യൂണിഫോം സിവിൽ കോഡ് എന്നുള്ള ആശയത്തിനും സംവാദത്തിനും ശക്തിയുണ്ടാക്കി. ഇപ്പോൾ നമുക്കറിയാം ഉത്തരാഖണ്ഡ് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കി. ഇനി അധികാരത്തിൽ വന്നാൽ BJP സഖ്യം യൂണിഫോം സിവിൽ കോഡ് നിർബന്ധമായി നടപ്പിലാക്കുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും വിവാഹമോചനം, അതോടൊപ്പം തന്നെ അനന്തരാവകാശികൾക്കുള്ള സ്വത്തുകൾക്കുള്ള അവകാശം തുടങ്ങി മെയിൻ്റനൻസ് ആക്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പൊതുവായൊരു രാജ്യത്തിൻ്റെ ഒരു ഏകീകൃത നിയമമാണ് ആവശ്യം. ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ് എന്നുള്ള പറയത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ പറയുന്ന വാക്ക് ചാനലിൽ കൂടി ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കറിയാം അതിനകത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഏക സിവിൽ കോഡ് എന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ ഏക സിവിൽ കോഡല്ല, ഏകീകൃത സിവിൽ കോഡാണ് യൂണിഫോം സിവിൽ കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരിഷ്കൃതമായ രാജ്യത്തിന് സിവിൽ നിയമങ്ങളിൽ പൊതുവായ ഒരു നിയമം വേണം. പ്രത്യേകിച്ച് മാരേജ്, മെയിൻ്റനൻസ്, അനന്തരാവകാശികൾക്കുള്ള സ്വത്ത് കൊടുക്കുന്നതിൻ്റെ കാര്യത്തിൽ തുടങ്ങിയ ഒത്തിരി കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും പൊതുവായ സിവിൽ നിയമങ്ങൾക്ക് അത്യാവശ്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അപര്യാപ്തതയാണ് ഷാബാനു ജഡ്ജ്മെൻറ്റിന് ശേഷം ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ശ്രദ്ധ ആകർഷിച്ചതും അത് BJP രാഷ്ട്രീയപരമായി നന്നായി മുതലാക്കിയതും. അപ്പോൾ ഈ രാഷ്ട്രീയങ്ങൾക്ക് ഇങ്ങനെ പോകുമ്പോൾ BJPക്കും ഉത്തർപ്രദേശിൽ വീണ്ടും ഒരു വലിയൊരു ശക്തിയാകാൻ കഴിഞ്ഞു. അതിൻ്റെ ഫലമായി BJPക്ക് നേരത്തെ ഉണ്ടായിരുന്ന അടിത്തറയേക്കാൾ കൂടുതൽ വിപുലീകരിക്കാൻ കഴിഞ്ഞു. ഇതിനെ സഹായിക്കുന്നതിന് അയോധ്യ ക്ഷേത്രത്തിൻ്റെ വിവാദവും പിന്നീട് അയോധ്യ ക്ഷേത്രം പുനർനിർമ്മിച്ചതുമെല്ലാം BJPയുടെ ശക്തി വർദ്ധിപ്പിച്ചു. അങ്ങനെ ഇന്ന് അവിടുത്തെ പ്രധാനപ്പെട്ട 2 പ്രശസ്തമായ ശക്തികൾ എന്ന് പറയുന്നത് ഒരു വശത്ത് ഹിന്ദുത്വ ആശയങ്ങൾക്ക് പിന്നിൽ നിൽക്കുന്ന BJP, അത് നയിക്കുന്ന BJPയും, മറുവശത്ത് OBC വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൻ്റെയും ഒരു ചെറിയ ഭാഗം OBC യാദവ് ഗ്രൂപ്പിൻ്റെയും കൂടിച്ചേർന്നൊരു മുന്നണിയായ സമാജ്വാദി പാർട്ടിയുമാണ്. ദളിതരുടെ പാർട്ടിയായിരുന്ന BSP ഇന്ന് മാർജിനലൈസ് ചെയ്യപ്പെട്ടു. ഒരു വലിയ പരിധിവരെ സബാൾട്ടേൺ ഹിന്ദുത്വ എന്നുള്ള ആശയത്തിൽ കൂടി BJPക്ക് ദളിത് വിഭാഗത്തിനെയും ഗിരിവർഗ്ഗക്കാരെയും തങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞതെന്നതും BJPയുടെ ഇന്നത്തെ ശക്തിയുടെ ഒരു പ്രത്യേകതയാണെന്ന് പറയാം. അപ്പോൾ BJP വേഴ്സസ് സമാജ്വാദി പാർട്ടി എന്നുള്ളതാണ്. കോൺഗ്രസ് ഈ സഖ്യത്തിൽ ചേരുന്നു എന്നല്ലാതെ റൈബറേലിയിൽ അമേഠിയിലും സ്വാധീനമുണ്ട്. അതിൽ റൈബറേലിൽ കുറച്ചുകൂടി ശക്തിയായ സ്വാധീനമുണ്ട് എന്നുള്ളത് കഴിഞ്ഞാൽ ബാക്കി ഒരിടത്തും കോൺഗ്രസിന് ഉത്തർപ്രദേശിൽ ശക്തിയില്ല. അപ്പോൾ ഉത്തർപ്രദേശിൻ്റെ പൊതുവിലുള്ള ചരിത്രവും സ്വാതന്ത്ര്യാനന്തര സമരത്തിലുള്ള പങ്കാളിത്തവും, പ്രത്യേകിച്ച് നെഹ്റു കുടുംബത്തിൻ്റെ സ്വാധീനം, മോട്ടിലാൽ നെഹ്റു അലഹബാദിൽ അവിടുത്തെ എല്ലാ അർത്ഥത്തിലും ചരിത്രത്തിലും സമരത്തിലും എല്ലാം പങ്കാളിത്തം വഹിച്ചതും
നെഹ്റുവിൻ്റെയും പിൻകാലത്ത് ഇന്ദിരാഗാന്ധിയുടെയൊക്കെ വളർച്ച, അതെല്ലാം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആ ദേശീയ സമരത്തിൻ്റെ പങ്കാളിത്തത്തിൽ, ആ ദേശീയതയിൽ വളർന്ന കോൺഗ്രസ് പ്രസ്ഥാനം ഇന്നാകെ മാറിയിരിക്കുന്നു. അത് ശോഷിച്ചു പോയിരിക്കുന്നു. ആ നിലയിൽ ഉത്തർപ്രദേശിൽ അത് വളരെയധികം മാർജിനലൈസ് ചെയ്യപ്പെട്ടു. കോൺഗ്രസ്സിന് വളരണമെങ്കിൽ വീണ്ടും ഹിന്ദി ഹൃദയഭൂമിയിൽ ശക്തിയാകണം. അത് ഉത്തർപ്രദേശ് അതിനൊരു വലിയൊരു വഴികാട്ടിയാണ്. അതുണ്ടാകാതെ കോൺഗ്രസ്സിന് തെക്കേ ഇന്ത്യ മാത്രം ശക്തി ആർജിച്ചുകൊണ്ട് ജയിക്കാൻ കഴിയില്ല. ഉത്തർപ്രദേശ് എന്തുകൊണ്ടും ദേശീയ രാഷ്ട്രീയത്തിൽ ചരിത്രപരവും സമകാലീനവുമായ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗേറ്റ് വേ അഥവാ പ്രധാന കവാടമാണ് എന്ന് പറയുന്നത് വളരെയധികം വസ്തുതാപരമായൊരു സത്യമാണ്.